പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ദി റോക്ക് എന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ച് WWE ഒരു അപ്രതീക്ഷിത നീക്കം നടത്താൻ നിലവിൽ പ്ലാൻ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോയുടെ വിവാഹം കഴിഞ്ഞതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റും പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് റെയ് മിസ്റ്റീരിയോയുടെ മകനും WWE സൂപ്പർ സ്റ്റാറുമായ ഡൊമിനിക് മിസ്റ്റീരിയോയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷകരമായ അപ്ഡേറ്റിനെ സംബന്ധിച്ചാണ്. വധു ഡൊമിനിക്കിൻ്റെ ചെറുപ്പം മുതലേ ഉള്ള അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ട് തന്നെയാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അവരുടെ ഫോട്ടോസൊക്കെ നിങ്ങൾ ഇതിനു മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഡൊമിനിക്കിനെ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് ഇത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത അല്ല. അപ്പോൾ റിയ റിപ്ലിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ത് തരത്തിലാണെന്ന് ചോദിക്കുമ്പോൾ അതേ WWE സ്റ്റോറി ലൈൻ്റെ ഭാഗം മാത്രമാണ്. റിയ റിപ്ലിയുടെ യഥാർത്ഥ ജീവിതത്തിലെ ബോയ് ഫ്രണ്ട് WWEയിലെ മുൻ സൂപ്പർ സ്റ്റാറും AEW റെസ്ലറുമായ ബഡി മർഫി അഥവാ ബഡി മാത്യൂസ് ആണ്. ഡൊമിനിക്കിൻ്റെ ഈ ഒരു വെഡ്ഡിങ്ങിലെ കുറച്ച് വീഡിയോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതും ഈ വീഡിയോയുടെ ഒപ്പം കൂട്ടിച്ചേർക്കുന്നു. Thank you everyone for coming out. Puto tu. Thank you everyone again for coming out. അടുത്തതായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ ദി റോക്കിനെ സംബന്ധിച്ചാണ്. ദി റോക്ക് റസൽമീനിയ 40 മാത്രമായിരിക്കുമോ പങ്കെടുക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സംശയമുള്ള ഒരു ചോദ്യമായിരുന്നു. അതിനുള്ള ഒരു ഉത്തരം എന്നോണം നിലവിൽ നമുക്ക് ലഭിക്കുന്ന ചെറിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ റസൽമീനിയ 40 കഴിഞ്ഞും റോക്ക് ഒരു മത്സരം കളിക്കാൻ സാധ്യത ഉണ്ടെന്നാണ്. റസൽമീനിയ 40 മാത്രമല്ല റോക്കിൻ്റെ സ്റ്റോറി ലൈൻ ഉണ്ടായിരിക്കുക എന്നും തുടർന്ന് വരുന്ന സൗദി അറേബ്യ ഇവൻറ്റിൽ റോക്ക് മത്സരിക്കാൻ സാധ്യതകൾ ഉണ്ടെന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സൗദി അറേബ്യ ഇവൻ്റ് മെയ് മാസത്തിലായിരിക്കാൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അതിലാണ് റോക്ക് വന്ന് മത്സരിക്കുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന സൗദി അറേബ്യയുടെ ഇവൻറ്റിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഒന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. മെയ് മാസത്തിൻ്റെ അവസാന വീക്കിലായിരിക്കും ആ ഒരു സൗദി അറേബ്യ ഇവൻറ്റ് WWE പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. റോക്കിൻ്റെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ ബ്ലഡ് ലൈനോട് അനുബന്ധിച്ചുള്ളത് തന്നെയായിരിക്കും. ആരാണ് എതിരാളി എന്നുള്ളതിൻ്റെ സൂചനയും നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. റോക്കിൻ്റെ ആരാധകരെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കും റോക്ക് നിരന്തരമായി സ്റ്റോറി ലൈനുകളിൽ ഏർപ്പെടുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമുള്ള ഒരു കാര്യമാണ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.